നാളെ നമ്മളൊരു സ്ഥലം വരെ പോണു. അതുകൊണ്ട് നാളെ മറ്റന്നാളെയും നിങ്ങൾ സ്കൂളിൽ പോണില്ല, ലീവാണ്. അയ്യേ, ഇതായിരുന്ന കാര്യം. ഇതിനാണ് അമ്മ ഇത്ര വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞ ഞങ്ങളെയൊക്കെ റൂമിൽ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്. അതിന് ഞാൻ എവിടെ പോണേന്ന് അറിഞ്ഞില്ലല്ലോ. അതിനുമ്പ് നീ ഇങ്ങനെ കടന്ന് പറയല്ലേ. നീലുമ്മ പറ, നമ്മൾ എവിടെ പോണേ? മറ്റന്നാളെ ചിന്നുമോളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് എല്ലാരും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരാം. അവിടെ അടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അവിടെ ബീച്ചിലൊക്കെ പോയി കളിച്ച് അവിടെ നമുക്ക് അടിച്ച് പൊളിച്ച് കറങ്ങിയടിച്ച് വരാം. അവരൊരു സന്തോഷം നോക്കി. ഇന്നെല്ലാരും പോയി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോണം, കേട്ടല്ല പറഞ്ഞത്? നാളെ നമ്മള് ചിന്നു ചേച്ചിയുടെ വീട്ടിൽ പോണ. സന്തോഷായി എല്ലാവർക്കും. അപ്പൊ എല്ലാരും നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോ, കേട്ടാ? ചിന്നുന്റെ വീട്ടിൽ പോകണമെങ്കിൽ അപ്പൊ എനിക്ക് മിന്നുവിനെ കാണാലോ നാളെ. ഹോ, ആലോചിക്കാൻ കൂടെ വയ്യ. അവളെ എത്ര നാളായി കണ്ടിട്ട്. അവളുടെ ആ മുഖം കാണുമ്പോ തന്നെ എന്റെ പൊന്ന് സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണൂല. എന്തു മൊഞ്ചാ. പെട്ടെന്നൊന്ന് നാളെ ആയാൽ മതിയായിരുന്നു. ഇനി നാളെ അവൻ എന്തോരം നേരം കാത്തിരിക്കണം, അത് ഓർക്കുമ്പോഴാ. എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചൊരെല്ല മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ. മുടിയൻ ചേട്ടായി എന്ത് സ്വപ്നം കണ്ട് കിടക്കുവാ? ഹലോ, ഈ ലോകത്തൊന്നില്ലേ? ഹലോ മുടിയൻ ചേട്ടാ. അയ്യോ, ഇത് ഏത് ലോകത്താ? മനുഷ്യനെ പേടിപ്പിക്കാനടി, പേടിപ്പിച്ചിട്ടുള്ള ഏത് ലോകത്താണ് പോലും. മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മിന്നുച്ചേച്ചി ഉണ്ടാകുലോ, മിന്നുച്ചേച്ചിനെ കാണാനല്ലേ, അത് ആലോചിച്ച് കിടക്കണേ ആയിരിക്കുമല്ലേ. എന്ത് മിന്നോ? മിന്നുവിനെ പറ്റി ഞാൻ എന്തിനാ ആലോചിക്കണേ? അതൊക്കെ എനിക്കറിയാം മോനെ മുടിയൻ ചേട്ടാ. നിനക്ക് എന്തറിയാന്നാ നീ പറയണേ? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ, നിനക്ക് എന്താ അറിയാവുന്നേന്ന്. ഞാൻ പറയൂലല്ലോ, വേണമെങ്കിൽ കണ്ടുപിടിച്ചെടുത്തോ. ഒന്ന് ഇറങ്ങി പോയിക്കേണ്ടേടി എന്റെ മുറിന്ന്. അവളുടെ മിന്നും ചിന്നും അപ്പൊ പോയിക്കേടിയെന്ന്. എങ്കിൽ ശരി, നാളെ മുടിയൻ ചേട്ടൻ വരണ്ട, ഞങ്ങള് പൊക്കോളാം. പിന്നെ എന്നെ അതിന് അമ്മയെ വിളിച്ചത്, നീയൊന്നുമല്ലല്ലോ വിളിച്ചത്. അവിടെ ചിന്നുന്റെ ബർത്ത്ഡേക്ക് എല്ലാരോടും കൂടെ വരാനാ പറഞ്ഞത്, അല്ലാണ്ട് നിന്നോട് മാത്രം ചെല്ലാനല്ല പറഞ്ഞത്. നടക്കട്ടെ. ഞാൻ പോണു, ഞാൻ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പാകുന്നില്ല. അവള് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു കാണോ? എന്റെ ദൈവമേ, പണി പാളീന്നാ തോന്നണം. ഇനി അവളിത് ആരെടുത്തൊക്കെ ചെന്ന് എഴുന്നള്ളിക്കോ ആവൂ. ആ കേശുവും ശിവയെ അറിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട, അവൾ അപ്പന്റെ അമ്മേന്റെ ഒക്കെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. ദൈവമേ, ഇതിപ്പോ ആകെ മൊത്തം നാണക്കേടായല്ലേ എന്റെ ദൈവമേ. അതൊക്കെ പോട്ടെ, നാളെ എന്റെ മിനിക്കുട്ടീനെ കാണാലോ എനിക്ക്. അത് ഓർക്കുമ്പത്തേന് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉറക്കം വന്നില്ലല്ലോ ദൈവമേ. മിന്നുമളെ, നാളെ നിന്റെ ചേട്ടൻ അങ്ങോട്ട് വരൂടി. നാളെ ഒന്ന് പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. പെട്ടെന്ന് കിടന്നുറങ്ങാം, അപ്പൊ തന്നെ പെട്ടെന്ന് നാളെ ആവില്ലു. അല്ലാതെ എനിക്ക് ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. മാരി മഴയെ കാറ്റടിച്ച് കൊട്ടാതെടി, മുത്തം വെച്ച് തട്ടി പോകാതെ. ഐ ലവ് യു മീനുക്കുട്ടി. എന്താ മുടിയൻ ചേട്ടൻ എന്നെ ഇഷ്ടമാണോ? എനിക്കും കുറെ നാളായിട്ടത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. എന്താണെന്ന്? മീനുവിന് എന്നെ ഇഷ്ടമാണെന്നോ? അയ്യോ, ഐ ലവ് യു ടു ഉമ്മ. നാളെ പോണ എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ആടി എനിക്കും അത് തന്നെ. നാളെ നമ്മൾ അവിടെ
പോയിട്ട് ബീച്ചിലൊക്കെ പോണതും ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കൂടെ എടുത്തിട്ട് ഭയങ്കര ത്രില്ലിലാണ് ഞാൻ. ആഹാ കൊള്ളാല. രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ സംസാരിച്ചിടക്കണേണ. ഇങ്ങനെ സംസാരിച്ചിടക്കാൻ പോയാൽ നാളെ നമ്മ രാവിലെ എണീക്കൂല കേട്ടാ. നമ്മുടെ പോക്ക് നടക്കില്ലേ. അത് പിന്നെ ലച്ചേച്ചി നാളെ പോണ എക്സൈറ്റ്മെന്റ് ഓർത്തിട്ട് ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടണ്ടേ. അതല്ലേ ചേച്ചി ഞങ്ങൾ സൂപ്പർ ത്രില്ലിലാ നാളെ അവിടെ പോണത്. അപ്പൊ നാളെ അവിടെ പോയിട്ട് നമുക്ക് ബീച്ചിലൊക്കെ പോവാം. പിറ്റേ ദിവസം ബർത്ത്ഡേ നമുക്ക് ഫുൾ ചില്ലൗട്ടായിരിക്കില്ലേ. എനിക്ക് ഓർത്തിട്ട് നമ്മൾ എത്ര നാളായി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് അതിന്റെ സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള്. അതെ ഞാനൊരു സീക്രട്ട് പറയട്ടെ, നിങ്ങളെക്കാളും സൂപ്പർ എക്സൈറ്റ്മെന്റിലാണ് അവിടെ മുടിയൻ ചേട്ടൻ. അതെന്താ ഞങ്ങളെക്കാട്ടും നല്ല എക്സൈറ്റ്മെന്റ്? ഞാൻ പറയണ നിങ്ങൾ ആരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. അതെ മുടിയൻ ചേട്ടനെ നൈസായിട്ട് നമ്മുടെ മിന്നിനൊരു നോട്ടുണ്ട്. മിന്നിനെ കാണാൻ പോണേന്റെ എക്സൈറ്റ്മെന്റിലാണ് പാട്ടൊക്കെ പാടി കിടക്കണായിരുന്നു റൂമിൽ ഞാൻ ചെന്നപ്പ. ആ ഇനി നാളെ നമുക്ക് അവിടെ ചെല്ലുമ്പോ പലതും കാണാം. പരുങ്ങലും തപ്പലും എല്ലാം നമുക്ക് നാളെ അവിടെ ചെല്ലുമ്പോ കാണാം. മുടിയൻ ചേട്ടൻ നമുക്ക് നൈസായിട്ടിട്ട് പട്ടാക്കാം. ഓക്കെ ആഹാ നിങ്ങളാരും ഇവിടെ കിടന്നുറങ്ങിയില്ലേ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എപ്പ പോവാനതെ? നിങ്ങൾ ഉറങ്ങാത്തോണ്ട് ദേ പാർക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോ. നാളെ ഒറ്റ എണീറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റക്കങ്ങ് പോകും. പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. പറഞ്ഞ കേട്ടല്ല. എടി ലച്ചു നീ അവരെ പിടിച്ചു കിടത്താതെ നീ ഇവിടെ ഇരുന്ന് വർത്തരച്ചോണ്ടിരിക്കണേണാ. അവരോട് കിടന്നുറങ്ങാൻ പറയണ്ടേന് നീ അവരെ കൂടെ ഇരുന്ന് കഥ പറയണ. അത് പിന്നെ അമ്മേ ഞാനിവര് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണപ്പ അവരോട് ഉറങ്ങാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് ഉറങ്ങാൻ പറയാൻ വന്ന ആള് ഇവിടെ ഇരുന്നിട്ട് അവരെ കൂടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കണം അല്ലേ? കൂടി പോയി കിടന്നുറങ്ങടി. അയ്യോ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കണേ. കിടന്നുറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ കഴിഞ്ഞു. എല്ലാവർക്കും ബൈ.